Plus, we already discussed about what is regression and how to calculate the regression coefficient. Okay, അപ്പോൾ നമ്മൾ റിഗ്രഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൊറിലേഷൻ കോഎഫിഷ്യന്റ് എന്താണെന്നും അതിനെ എങ്ങനെ കണ്ടുപിടിക്കാനും കൊറിലേഷൻ കോഎഫിഷ്യന്റും റിഗ്രഷൻ കോഎഫിഷ്യന്റ് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കൊറിലേഷൻ കോഎഫിഷ്യന്റ് ആൻഡ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ കൊറിലേഷൻ കോഎഫിഷ്യന്റ് എങ്ങനെ കണ്ടുപിടിക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തില്ല. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കൊറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള റിഗ്രഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി മോസ്റ്റ് ലൈക്ലി പ്രൈസ് ഇൻ ബോംബെ കറസ്പോണ്ടിങ് ടു ദി പ്രൈസ് ഓഫ് R70 അറ്റ് കൽക്കട്ട ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. ഓക്കെ, ഇപ്പം നമുക്ക് എന്താണ് ബോംബെയിലെ പ്രൈസും കൽക്കട്ടയിലെ പ്രൈസും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ കൽക്കട്ടയിലെ പ്രൈസ് 70 ആകുമ്പോൾ ബോംബെയിലെ പ്രൈസ് എത്രയായിരിക്കും എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രൈസ് ഇൻ ബോംബെ കറസ്പോണ്ടിങ് ടു ദി പ്രൈസ് ഓഫ് R70 അറ്റ് കൽക്കട്ട. അതായത് കൽക്കട്ടയിലെ പ്രൈസ് 70 ആകുമ്പോൾ ബോംബെയിലെ പ്രൈസ് എത്ര ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ റിഗ്രഷൻ ലൈൻ വെച്ചാണ് ചെയ്യുക. നമുക്കറിയാം റിഗ്രഷൻ ലൈൻ Y/X ഉണ്ട്, അതുപോലെ തന്നെ X/Y ഉണ്ട്. സോ ഇവിടെ നമുക്ക് ബോംബെ നമ്മൾ Y ആയിട്ടും കൽക്കട്ട നമ്മൾ X ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ Y/X ലൈനാണ് കണ്ടുപിടിക്കുക. കാരണം നമ്മൾ ഏത് വാല്യൂയാണ് കണ്ടുപിടിക്കാനുള്ളത്, നമ്മളുടെ വൈയുടെ പേരാണ് അല്ലേ, ബോംബെ നമ്മൾ Y ആക്കി എടുക്കുകയാണ്, വൈയുടെ പേരാണ് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ Y/X റിഗ്രഷൻ ലൈനാണ് യൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് കുറച്ച് ഡാറ്റാസ് ഇവിടെ തന്നിട്ടുണ്ട്. ദ ആവറേജ് പ്രൈസ് അറ്റ് കൽക്കട്ട ഈക്വൽ ടു 65 ആൻഡ് ആവറേജ് പ്രൈസ് അറ്റ് Bombay equal to 67, standard deviation at Calcutta equal to 2.5 and standard deviation at Bombay equal to 3.5, and the coefficient of correlation between the prices in two cities is 0.8. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്, കൽക്കട്ടയിലെ ആവറേജ് പ്രൈസ് 65ഉം ബോംബെയിലേത് 67 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറ്റ് കൽക്കട്ട ഈക്വൽ ടു 2.5ഉം ബോംബെയിൽ 3.5 ആണ്. ദെൻ ദി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ദി പ്രൈസസ് ഇൻ ടു സിറ്റീസ്, ദാറ്റ് ഈസ് R. കൊറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് R ഈക്വൽ ടു 0.8 തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ബോംബെയിലെ പ്രൈസ് കൽക്കട്ടയിലെ പ്രൈസ് 70 ആകുമ്പോൾ എത്രയായിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് X ഡിനോട്ട് ദി പ്രൈസ് അറ്റ് കൽക്കട്ട ആൻഡ് Y ഡിനോട്ട് ദി പ്രൈസ് അറ്റ് ബോംബെ. ഓക്കെ, അപ്പോൾ നമ്മൾ ബോംബെയിലെ പ്രൈസ് നമ്മൾ Y ആക്കിയിട്ടും കൽക്കട്ടയിലെ പ്രൈസ് നമ്മൾ X ആക്കി നമ്മൾ ചൂസ് ചെയ്തു. Then given X bar equal to 65, Y bar equal to 67, sigma X is equal to 2.5, sigma Y equal to 3.5 and R equal to 0.8. അതായത് പ്രൈസിന്റെ ആവറേജ് വാല്യൂസ് എക്സിനും വൈക്ക് കറസ്പോണ്ടിങ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, X ബാറും Y ബാറും. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എക്സ് കറസ്പോണ്ടിങ് ടു എക്സ് 2.5 ആണ്, സിഗ്മ വൈ കറസ്പോണ്ടിങ് ടു Y ഈക്വൽ ടു 3.5 ആണ്. ദെൻ ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈക്വൽ ടു R ഈക്വൽ ടു 0.8 ആണ്. സോ ദ ഇക്വേഷൻ ഓഫ് ലൈൻ ഓഫ് റിഗ്രഷൻ ഓഫ് Y/X is, നമുക്കറിയാം Y/X റിഗ്രഷൻ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്, Y മൈനസ് Y ബാർ ഈക്വൽ ടു R ഇൻറ്റു സിഗ്മ Y ബൈ സിഗ്മ X ഇൻറ്റു X മൈനസ് X ബാർ ആണ്. ആൻഡ് ദെൻ Y ബാറും X ബാറും ആറും സിഗ്മ Yയും സിഗ്മ X ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is Y minus 67 equal to 0.8 into 3.5 divided by 2.5 into X minus 65. Okay, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1.12 into X minus 65. ദെൻ ഇതാണ് റിഗ്രഷൻ ലൈൻ്റെ ഇക്വേഷൻ Y/X. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ബോംബെയിലെ പ്രൈസ് കണ്ടുപിടിക്കണം, കൽക്കട്ടയിലെ പ്രൈസ് 70 ആകും. അതായത് X 70 ആകുമ്പോൾ Yയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് വെൻ X is equal to 70, Y equal to എന്ത് വരും, 1.12 into 70 minus 65 plus 67 വരും. ദാറ്റ്സ് ഈക്വൽ ടു 72.6 ആയിട്ട്. അപ്പം ബോംബെയിലെ പ്രൈസ് 72.6 ആയിരിക്കും അപ്പോൾ കൽക്കട്ടയിലെ പ്രൈസ് 70 ആകുമ്പോൾ. That's the most likely price in Bombay corresponding to the price of R70 at Calcutta is R72.6 ആയിരിക്കും. Okay. Then next question, you are given the data relating to the purchases and sales. Obtain the two regression equations by the method of least squares and estimate the likely sales when the purchases equal to 100. അപ്പോൾ നമുക്ക് എന്താണ്, പർച്ചേസിൻ്റെയും സെയിൽസിൻ്റെയും ഡാറ്റാസ് റിലേറ്റ് ചെയ്യുന്ന ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ടു റിഗ്രഷൻ ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻസ് റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട്, റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള BY/X ഉം BX/Y നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ തന്നിട്ടുള്ള എന്താണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്, പർച്ചേസ് ഈക്വൽ 100 ആകുമ്പോൾ കറസ്പോണ്ടിങ് സെയിൽസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള പർച്ചേസിന്റെ ഡാറ്റാസും സെയിൽസിന്റെ ഡാറ്റാസും തന്നിട്ടുള്ളത്. That is 62, 72, 98, 76, 81, 56, 76, 92, 88, 14 ആണ് പർച്ചേസിന്റെ തന്നിട്ടുള്ളത്. കറസ്പോണ്ടിങ് സെയിൽസ് എന്ന് പറഞ്ഞാൽ 112, 124, 131, 117, 132, 96, 120, 136, 97, 85 ആണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യണം,
ഇതിൻ്റെ എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? റിഗ്രഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാം. സോ റിഗ്രഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് വൈ ബൈ സമ്മേഷൻ എക്സ് സ്ക്വയർ ആണ്. ബി എക്സ് വൈ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് വൈ ബൈ സമ്മേഷൻ വൈ സ്ക്വയർ ആണ്. ഇവിടുത്തെ സ്മോൾ ലെറ്റർ എക്സും സ്മോൾ ലെറ്റർ വൈയും എന്താണ്? നമ്മൾ ക്യാപിറ്റൽ എക്സ് ആയിട്ടാണ് നമ്മൾ പർച്ചേസും സെയിൽസും നമ്മൾ എടുക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് കോളത്തിൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ആയിട്ട് എക്സ് നമ്മൾ എടുക്കുന്നു, കറസ്പോണ്ടിങ് വൈ നമ്മൾ എന്തെടുക്കുന്നു? സെക്കൻഡ് കോളത്തിൽ എടുക്കുന്നു. വൈ എന്താണ്? സെയിൽസ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 62, 72, 98, 76, 81, 56, 76, 92, 88, 49 വരും. അതിന്റെ സമ്മേഷൻ വരും 750 വരും. വൈ ഈക്വൽ ടു സെയിൽസ് കറസ്പോണ്ടിങ് നമ്മൾ വൈ ആണ് എടുത്തിട്ടുള്ളത്. ദാറ്റ്സ് ഈക്വൽ എത്രയാണ്? 112, 124, 131, 117, 132, 96, 120, 136, 97, 85. അതിന്റെ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ 1150 വരും. സോ നമ്മൾ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും അതായത് പർച്ചേസും സെയിൽസും നമുക്ക് തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? സ്മോൾ ലെറ്റർ എക്സും സ്മോൾ ലെറ്റർ വൈ നമുക്ക് ആവശ്യമുണ്ട്. സോ സ്മോൾ ലെറ്റർ എക്സും സ്മോൾ ലെറ്റർ വൈ നമുക്ക് ആവശ്യമുണ്ട്. അതായത് സ്മോൾ ലെറ്റർ എക്സ് ഈക്വൽ ടു നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ ആയിട്ട്, സ്മോൾ ലെറ്റർ വൈ ഈക്വൽ ടു നമ്മൾ വൈ മൈനസ് വൈ ബാർ ആയിട്ട് എടുത്ത്. ഇവിടുത്തെ എക്സ് ബാർ എന്താണ്? ഈ എക്സുകളുടെ സമ്മേഷൻ അതിനെന്ത് ചെയ്യുക? അതിന്റെ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അതായത് സമ്മേഷൻ എക്സ് ബൈ 10 ആണ് ഇവിടുത്തെ നമ്പേഴ്സ് അല്ലെ. 1 2 3 4 5 6 7 8 9 10 ആണ് ഇവിടുത്തെ ടോട്ടൽ നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ എന്താണ്? എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് ബാർ എന്നാൽ നമുക്ക് അറിയാവുന്നതാണ് എന്താണ്? സമ്മേഷൻ എക്സ് ബൈ എൻ ആണ്. ദാറ്റ് ഈസ് 750 by 10 വരും. ദാറ്റ്സ് ഈക്വൽ ടു 75 വരും. സിമിലർലി വൈ ബാർ ഈക്വൽ ടു എന്താണ്? സമ്മേഷൻ വൈ ബൈ എൻ ഈക്വൽ ടു 1150 ഡിവൈഡ് ബൈ 10 ദാറ്റ്സ് ഈക്വൽ ടു 115. സോ നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ള എന്താണ്? ബി വൈ എക്സും ബി എക്സ്, അതായത് റിഗ്രഷൻ കോഎഫിഷ്യന്റ് വൈ ഓൺ എക്സും റിഗ്രഷൻ കോഎഫിഷ്യന്റ് എക്സ് ഓൺ വൈ ഓൺ. അത് കണ്ടുപിടിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട്? സമ്മേഷൻ എക്സ് വൈ ബൈ സമ്മേഷൻ എക്സ് സ്ക്വയറും സമ്മേഷൻ എക്സ് വൈ ബൈ സമ്മേഷൻ വൈ സ്ക്വയർ ആവശ്യമുണ്ട്. സോ എക്സും വൈ നമ്മൾ കിട്ടി അങ്ങനെയാണ്. എക്സ് മൈനസ് എക്സ് ബാർ ദാറ്റ് ഈസ് മൈനസ് 13 മൈനസ് 3 23 1 എക്സെട്ര 17 13 മൈനസ് 26. കറസ്പോണ്ടിങ് വൈ വാല്യൂസ് വൈ മൈനസ് വൈ ബാർ. വൈ ബാർ എത്രയായിരുന്നു? 115 ആയിരുന്നു. അപ്പോൾ ഈ വൈ എന്നത് 115 മൈനസ് ചെയ്ത് ദാറ്റ് ഈസ് മൈനസ് 3 9 16 2 എക്സെട്ര മൈനസ് 18 മൈനസ് 30 വരും. സോ എക്സുകളുടെ വാല്യൂസും വൈകളുടെ വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ചത്. ദെൻ നമുക്ക് എക്സ് സ്ക്വയറും വൈ സ്ക്വയറും എക്സ് വൈയും ആവശ്യമുണ്ട്. എക്സ് സ്ക്വയർ എന്ത് ചെയ്യാം? ഈ തന്നിട്ടുള്ള കോളത്തിൽ നിന്ന് എക്സ് ഇല്ലാത്തതിന്റെ സ്ക്വയർ ചെയ്യുക. അതുപോലെ കറസ്പോണ്ടിങ് വൈയുടെ സ്ക്വയർ ചെയ്യുക. കറസ്പോണ്ടിങ് എക്സ് വൈ ആണ്. അത് മൈനസ് 13 into 3 equal to 39, മൈനസ് 3 into 9 equal to മൈനസ് 27, അങ്ങനെ എക്സെട്ര. 17 into 21 equal to 357, 13 into മൈനസ് 18 equal to മൈനസ് 234, 26 മൈനസ് 26 into മൈനസ് 30 equal to 780 വരും. ദെൻ സമ്മേഷൻ എക്സ് സ്ക്വയർ ആവശ്യമുണ്ട്, സമ്മേഷൻ വൈ സ്ക്വയർ ആവശ്യമുണ്ട്, സമ്മേഷൻ എക്സ് വൈ ആവശ്യമുണ്ട് അല്ലേ. ഇവിടെ എക്സ് സ്ക്വയറുകളുടെ എല്ലാത്തിൻ്റെയും സമ്മേഷൻ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 2240 വരും. സമ്മേഷൻ വൈ സ്ക്വയർ എന്നാൽ 2690 വരും. സമ്മേഷൻ എക്സ് വൈ എണ്ണത്തിൽ വരും 1753 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ടേബിളിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ എന്തെങ്കിലും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി. ദാറ്റ് ഈസ് the regression coefficient of y on x is equal to byx is equal to summation xy by summation x square, that's equal to 1753 divided by 2240, that's equal to 0.78 ആണ്. And bxy equal to എന്താണ്? summation xy by summation y square ആണ്. that's equal to 1753 divided by 2690 equal to 0.652. So regression coefficient of y on x is equal to 0.78 and x on y equal to 0.652 respectively തന്നിട്ടുണ്ട്. ഇത് നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലേ. റിഗ്രഷൻ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ദി ഇക്വേഷൻ ഓഫ് റിഗ്രഷൻ ലൈൻ ഓഫ് y on x. എന്തായിരുന്നു ഇക്വേഷൻ? y മൈനസ് y ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. ഹിയർ y ബാർ നമ്മൾ കണ്ടുപിടിച്ചു, എക്സ് ബാർ നമ്മൾ കണ്ടുപിടിച്ചു, ബി വൈ എക്സ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ദെൻ ഇക്വേഷൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് y മൈനസ് 115 ഈക്വൽ ടു 0.78 ഇൻറ്റു എക്സ് മൈനസ് 75 ഈക്വൽ ടു 0.78 ഇൻറ്റു എക്സ് മൈനസ് 58.50 വരും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും y ഈക്വൽ ടു 0.78 ഇൻറ്റു എക്സ് പ്ലസ് 56.5 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് എക്സ് 100 ആവുന്ന കറസ്പോണ്ടിങ് വാല്യൂവിന്റെ വൈ കണ്ടുപിടിക്കാനായിട്ട് അല്ലേ. പർച്ചേസ് 100 ആവുമ്പോൾ കറസ്പോണ്ടിങ് സെയിൽസ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ പർച്ചേസ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പം കണ്ടുപിടിച്ചിട്ടുള്ള റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സിൽ എക്സിന് പകരം 100 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Okay, from 1 we get y equal to 0.78 into 100 plus 56.5, that's equal to 134.5. Then the equation of regression line of x on y നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എക്സ് ഓൺ വൈയുടെ റിഗ്രഷൻ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? നമ്മൾ ചുമ്മാ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. കാരണം നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ വൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു ബി വൈ എക്സ് ഇൻറ്റു വൈ മൈനസ് വൈ ബാർ വരും. എക്സ് ബാറും വൈ ബാറും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു, ബി വൈ എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക? വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് എക്സ് മൈനസ് 75 ഈക്വൽ ടു 0.652
2 into y minus 115 വരും. That's equal to calculate 0.652 into y minus 74.982. That's equal to x is equal to 0.5652 into y plus 0.02. Okay, equation number 2 note ചെയ്യാം. ഇത് നമ്മൾ ഏതെങ്കിലും കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ തന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? റിഗ്രഷൻ ലൈനിന്റെ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ യൂസ് ചെയ്യണം. Okay. Then next question. The following are the data on the average height in centimeter of the plants and the weight in kilogram of yield per plots recorded from 10 plots of rice crop. That is height in centimeter equal to 28, 26, 32, 31, 37, 29, 36, 34, 39, 40 and yield equal to 75, 74, 82, 81, 90, 80, 88, 85, 92, 95. Okay. നമുക്ക് തന്നിട്ടുണ്ട് ഒരു 10 റൈസ് ക്രോപ്പിന്റെ പ്ലോട്ട്സിലുള്ള അവിടുത്തെ പ്രൈസിന്റെ ഹൈറ്റും അതുപോലെ അതിന് കറസ്പോണ്ടിങ് ഈൽഡ്സ് എത്ര കിട്ടുന്നുണ്ട് നമ്മൾക്ക് സെന്റിമീറ്റേഴ്സും കിലോഗ്രാമിലും നമുക്ക് റെസ്പെക്റ്റീവ് തന്നിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. എക്സും വൈ തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് RXY കണ്ടുപിടിക്കണം. Then the regression coefficient and hence write down the regression equation of y on x and that of x on y. അപ്പോൾ നമുക്ക് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള y on xന്റെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള BYX ഉം x on yയുടെ BXY കണ്ടുപിടിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഗ്രഷൻ ലൈനിന്റെ ഇക്വേഷൻസും കണ്ടുപിടിക്കാം. Then third question, probable value of yield of a plot having an average plant height is 98 cm. പ്ലാന്റ് ഹൈറ്റ് 98 സെന്റിമീറ്റർ ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈൽഡ് എത്ര ആയിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഹിയർ വി പ്രിപ്പയർ ദി ഫോളോവിംഗ് ടാബിൾ. നമുക്ക് ടാബിൾ ആവശ്യമുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, എക്സും വൈയും എടുക്കുക. എക്സ് പറഞ്ഞാൽ അവിടുത്തെ എന്തെടുക്കുക, ആ പ്ലാന്റിന്റെ ഹൈറ്റ് സെന്റിമീറ്റേഴ്സിലും മറ്റേ ഈൽഡ് കിലോഗ്രാമിൽ നമ്മൾ എക്സും വൈ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 28, 26, 32, 31, 37, 29, 36 ആൻഡ് 36 രണ്ട് തവണ ഒന്നല്ലേ. ഓക്കെ, അപ്പോൾ ആ റോ എന്താണ് മുകളിലുണ്ട്, ആ റോ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഒരു 36 ഈ റോ ഇവിടെ ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അപ്പോൾ അത് ഒഴിവാക്കുക. ഓക്കെ, then 34, 39, 40 വരും. കറസ്പോണ്ടിങ് yields in kilogram 75, 74, 82, 81, 90, 80 and 88, 85, 92, 95 വരും. ഓക്കെ, ദെൻ നമുക്കറിയാം അതിന്റെ ഒറിജിൻസും സ്കെയിലും മാറ്റിയാലും അതിന്റെ കൊറിലേഷൻ കോഎഫിഷ്യന്റ്, അതായത് എക്സും വൈക്ക് പകരം യുവും വി ഇട്ട് കൊടുത്താലും കൊറിലേഷൻ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള RXYയും RUVയും തമ്മിൽ വ്യത്യാസമില്ല. അതാണ് RXY ഈക്വൽ ടു RUV ആണ്. സോ നമ്മൾ എന്തെടുത്തു, UI ഈക്വൽ ടു എക്സ് മൈനസ് ഒരു എ ക്യാപിറ്റൽ ഒരു കോൺസ്റ്റന്റ് നമ്പർ, അതുപോലെ VI ഈക്വൽ ടു ഒരു Y മൈനസ് ക്യാപിറ്റൽ ബി എടുത്തു. ഇവിടുത്തെ ക്യാപിറ്റൽ എ അയച്ച് നമ്മൾ 34ഉം ക്യാപിറ്റൽ ബി അയച്ച് നമ്മൾ 8 എടുത്തു. ദെൻ UI എന്തായിട്ട് മാറും, -6, -8, -2, -3, 4, -5 ആൻഡ് 2, 0, 5, 6 വരും. അതിന്റെ സമ്മേഷൻ എത്ര വരും, -7 വരും. ദെൻ കറസ്പോണ്ടിങ് VI ഈക്വൽ ടു തരും -5, -6, 2, 1, 10, 0 ആൻഡ് 8, 5, 12, 40 അതിന്റെ സമ്മേഷൻ 42 വരും. ദെൻ UI സ്കോർ ഈക്വൽ ടു 36, 64 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിന്റെ സമ്മേഷൻ ഈക്വൽ ടു 219 വരണം. ആൻഡ് VI സ്കോർ കണ്ടുപിടിക്കുക 25, 36 എക്സെട്ര 64, 25, 144, 225 അതിന് സമ്മേഷൻ വരും 624 വരും. ദെൻ സമ്മേഷൻ UI VI കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് UI VI കാൽക്കുലേറ്റ് ചെയ്യുക. UI ഈക്വൽ ടു VI ഈക്വൽ ടു അപ്പം ദെൻ 30, 48, 4, -3 എക്സെട്ര 16, 0, 60, 90 അതിന് സമ്മേഷൻ ഈക്വൽ ടു 277 വരും. നമുക്ക് ഇതെന്തിനാണ് കണ്ടുപിടിച്ചത്, നമുക്കറിയാം RXY ഈക്വൽ ആണ് RUV. ദാറ്റ്സ് ഈക്വൽ ടു n into summation UI VI minus summation UI into summation VI divided by root of n into summation UI square minus summation VI square into root of n into summation VI square minus summation VI the whole square ആണ്. സോ നമ്മൾ കണ്ടുപിടിച്ചു യുഐൻ്റെയും VIയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്, X മൈനസ് എയും Y മൈനസ് ബി ആയിട്ട് നമ്മൾ UIകളും VIകളും കണ്ടുപിടിച്ചു, അതിന്റെ സമ്മേഷൻ കണ്ടുപിടിച്ചു. ദെൻ UI സ്ക്വയർ കണ്ടുപിടിച്ചു, അതിന്റെ സമ്മേഷൻ കണ്ടുപിടിച്ചു. ആൻഡ് UI VI കണ്ടുപിടിച്ചു, അതിന്റെ സമ്മേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ദെൻ നേരെ എന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് RXY ഈക്വൽ ടു RUV ഈക്വൽ ടു എന്ത് വരും, n into summation UI VI minus summation UI into summation VI all divided by root of n into summation UI square minus summation UI the whole square വരും into root of n into summation VI square minus summation VI the whole square വരും. നേരെ എന്ത് ചെയ്യാം, ടേബിളിൽ നിന്ന് കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then we get 10 into 277 minus 7 into 242 divided by root of 10 into 219 minus 7 the square into root of 10 into 624 minus 42 square. After calculation we get 3064 divided by 46.271 into 66.903 that's equal to 0.989 വരും. ഓക്കെ, അപ്പോൾ
correlation coefficient corresponding x and y ക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. then നമുക്ക് regression coefficient of x on y ഉം y on x ഉം കാൽക്കുലേറ്റ് ചെയ്യാം. we have byx, that is the regression coefficient of y on x. byx is equal to എന്താണ് n into summation ui vi minus summation ui into summation vi divided by n into summation ui square minus summation vi square ആണ്. അപ്പം ഇതൊക്കെ നമ്മൾ ടേബിളിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is 3064 divided by 21140.99, that's equal to 1.431 വരും regression coefficient of y on x. then corresponding regression coefficient of x on y is എന്താണ് bxy equal to n into summation ui vi minus summation ui divided by n into vi square minus summation ui square ആണ്. that's equal to 3064 divided by 4476.01 വരും. അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും 0.684 കിട്ടും. ഓക്കെ, അപ്പോൾ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് y on x ഉം x on y നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്യാം, അതിന് കറസ്പോണ്ടിങ് ലൈൻസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം, നേരെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x is എന്താണ് y മൈനസ് y ബാർ ഈക്വൽ ടു byx into x മൈനസ് x ബാർ ആണ്. സോ ഇവിടുത്തെ x ബാറും y ബാറും ശ്രദ്ധിക്കണം. നമ്മളിവിടെ സ്മോൾ ലെറ്റർ ഇവിടുത്തെ എക്സ് ബാറും വൈ ബാറും എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇവിടുത്തെ ഒറിജിൻ ഓഫ് സ്കെയിൽ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. എക്സ് നമ്മൾ യു ഐകളും ബി ഐകളിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ അവിടെ യു ഐയിലേക്ക് മാറ്റിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള എ നമ്മൾ മൈനസ് ചെയ്തിരുന്നു. അതുപോലെ വൈ ഐ കണ്ടുപിടിച്ചപ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് നമ്മൾ മൈനസ് ചെയ്തു. അപ്പം എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. എക്സ് ബാർ ഈക്വൽ എന്നാണ് എ പ്ലസ് സമ്മേഷൻ യു ഐ ബൈ എൻ, ദാറ്റ്സ് ഈക്വൽ ടു 34 പ്ലസ് മൈനസ് 7/10, ദാറ്റ്സ് ഈക്വൽ ടു 33.3 വരും. ആൻഡ് വൈ ബാർ ഈക്വൽ ടു ബി പ്ലസ് സമ്മേഷൻ വി ഐ ബൈ എൻ, ദാറ്റ്സ് ഈക്വൽ ടു 80 പ്ലസ് 42 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു എത്രയാണ് 84.2 വരും. ഈ എയും ബിയും എവിടെ നമുക്ക് കിട്ടി? എയും ബിയും നമ്മൾ നേരത്തെ ടേബിളിൽ എക്സിനും വൈനും യു ഐയിലേക്കും ബി ഐയിലേക്കും മാറ്റിയപ്പോൾ നമ്മൾ മൈനസ് സാധനങ്ങളാണ്. എ ഈക്വൽ ടു 34 ബി ഈക്വൽ ടു 8 ആണ്. സോ എക്സ് ബാറും വൈ ബാറും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ സമ്മേഷൻ യു ഐ ബൈ എന്നും സമ്മേഷൻ വി ഐ ബൈ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. സമ്മേഷൻ യു ഐ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുക, ബൈ എൻ എത്രയായിരുന്നു 10 ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ എക്സ് ബാർ ഈക്വൽ ടു 33.3 വൈ ബാർ ഈക്വൽ ടു 84.2 കിട്ടും. ദെയർഫോർ ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്തായിട്ട് മാറും? y minus 84.2 equal to 1.431 into x minus 33.3 ആയിട്ട് വരും. that's equal to എന്ത് വരും? y equal to 1.431 into x minus 36.55 വരും. then the regression equation of x on y എന്താ വരിക? x minus x bar equal to bxy into y minus y bar. x ബാറും y ബാറും bxy നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നേരെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is x minus 33.3 equal to 0.684 into y minus 84.2 വരും. that's equal to x is equal to 0.684 into y minus 24.29 വരും. ഓക്കെ, അത് തേർഡ് ക്വസ്റ്റിൽ നമുക്ക് ഏതോ ഒരു കറസ്പോണ്ടിങ് വാല്യൂവിനനുസരിച്ചുള്ള വൈയുടെ വാല്യൂ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഇവിടെ probable value of the yield about the plot having an average plant height is 98 cm. plant height 98 cm ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള yield എത്ര ആയിരിക്കും? അപ്പോൾ plant height നമ്മൾ x ആയിട്ട്, അപ്പോൾ x is equal to 98 ആകുമ്പോൾ കറസ്പോണ്ടിങ് y ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഏത് റിഗ്രഷൻ ലൈനാണ് യൂസ് ചെയ്യേണ്ടത്? y on x ന്റെ റിഗ്രഷൻ ലൈനാണ് യൂസ് ചെയ്യേണ്ടത്. To estimate the yield y, the regression equation of y on x is used. that is y equal to എന്തായിരുന്നു 1.431 into x minus 36.55 അതായത് എക്സിന് പകരം എന്ത് കൊടുക്കുക? നമ്മളുടെ 98 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. when x is equal to 98, y equal to എന്തായിട്ട് മാറും? 1.431 into 98 minus 36.55. after calculation we get 103.69 kilogram കിട്ടും. okay, then next question. For the regression lines 4x minus 5y plus 33 equal to 0 and 20x minus 9y equal to 107, find the mean value of x and y, the coefficient of correlation between x and y. Third question, the variance of y given that the variance of x is 9. ഓക്കെ, ഇപ്പം നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് രണ്ട് റിഗ്രഷൻ ലൈൻസിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലെ. 4x minus 5y plus 33 equal to 0, 20x minus 9y equal to 107. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീൻ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കണം. അതായത് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കണം. ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, ദാറ്റ് ഈസ് RXY കണ്ടുപിടിക്കണം. ദെൻ ദ വേരിയൻസ് ഓഫ് വൈ കണ്ടുപിടിക്കണം. അതായത് സിഗ്മ വൈ സ്ക്വയർ കണ്ടുപിടിക്കണം. എപ്പോൾ given that the variance of x is 9 cm. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ 9 ആവുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്മ വൈ സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ സിൻസ് ദി ലൈൻ ഓഫ് റിഗ്രഷൻ പാസസ് ത്രൂ എക്സ് ബാർ വൈ ബാർ, നമുക്കറിയാം റിഗ്രഷൻ ലൈനിലൂടെ പാസ് ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ എക്സ് ബാർ വൈ ബാർ. റിഗ്രഷൻ ലൈനിലൂടെ എക്സ് ബാർ വൈ ബാർ എന്ന പോയിന്റ് പാസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തന്നിട്ടുള്ള ഈ റിഗ്രഷൻ ലൈൻ്റെ ഇക്വേഷൻ എക്സിനും വൈക്കും പകരം എക്സ് ബാറും വൈ ബാർ ഇട്ട് കൊടുത്താൽ എന്താണ്? അത് സാറ്റിസ്ഫൈ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 4x bar minus 5y bar plus 33 equal to 0, 20x bar minus 9y bar equal to 107 equal to 0 ആയിട്ട്.
ദെൻ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 നോക്കാം. രണ്ട് ഇക്വേഷൻ എന്താണ് എക്സ് ബാറും വൈ ബാറും വരുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളതും എക്സ് ബാറും വൈ ബാറാണ്. അപ്പോൾ ഈ ഇക്വേഷൻ 2 സോൾവ് ചെയ്താൽ മതി. എങ്ങനെ സോൾവ് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ഞാൻ ഇക്വേഷൻ 1 എന്ത് ചെയ്തു, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കാരണം എന്താ, എനിക്ക് ഇതിനെ 20 എക്സ് ബാർ ആക്കിയാൽ ഇത് രണ്ട് മൈനസ് നമുക്ക് എക്സ് ബാർ അങ്ങ് ഒഴിവാകും, ബാക്കി വൈ ബാർ മാത്രം ഉണ്ടാവും. ദെൻ വൈ ബാർ കണ്ടുപിടിക്കുക. ദെൻ വൈ ബാർ കിട്ടിയതിന് ശേഷം എക്സ് ബാർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ 1 വീണ്ടും എക്സ് ബാറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വൈ ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് ബാർ കണ്ടുപിടിക്കാം. സോ ഇക്വേഷൻ 1 എന്ത് കഴിഞ്ഞാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Then we get 20 x bar minus 25 y bar plus 165 that's equal to 0. That's equal to equation number 3 കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2ഉം 3ഉം നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പം രണ്ടിൽ 20 എക്സ് ബാർ ഉണ്ട്. സോ ഇക്വേഷൻ 2 നിന്ന് ഇക്വേഷൻ 3 മൈനസ് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് എക്സ് ബാറിന്റെ ടേംസ് ക്യാൻസൽ ആയി പോകും. -9 y bar minus -25 y bar that's equal to 16 y bar minus 272 equal to 0 വരും. സോ വി ഗെറ്റ് y bar equal to 70 വരും. y bar equal to 70 എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് y bar equal to 70 in equation number 1. Then we get x bar equal to 13. എങ്ങനെ 4x bar minus 5 into 17 plus 33 equals 0. Then 4x bar minus 52 equals 0 വരും. Then 4x bar equal to 52 വരും. Then x bar equal to 52 by 4 that's equal to 13 വരും. അപ്പോൾ x bar that is the mean corresponding to x is equal to 13 ഉം y bar the mean corresponding to y equal to 17 ആണ്. ഓക്കെ, അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ദറ്റ് ഈസ് RXY കണ്ടുപിടിക്കാം. ദെൻ വി റീറൈറ്റ് ദി ഗിവൺ ഇക്വേഷൻ റെസ്പെക്റ്റീവ്ലി. ഏതാണ് ഗിവൺ ഇക്വേഷൻ എന്തായിരുന്നു, നമ്മുടെ ഈ 4x minus 5y plus 33 equals 0 20x minus 9y equal to 107 എന്ന ഇക്വേഷനാണ് റീറൈറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കാം. ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇക്വേഷൻ ത്രൂ ഔട്ട് 5 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ത്രൂ ഔട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാൽ 4/5x minus 5/5y plus 33/5 equal to 0/5. സെക്കൻഡ് ഇക്വേഷൻ ത്രൂ ഔട്ട് 20 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് 20/20x minus 9/20y equal to 107/20. എന്നിട്ട് അതിനെ ഏത് രൂപത്തിലേക്ക് മാറ്റി എഴുതി, y equal to 4/5x plus 33/5 ഉം x is equal to 9/20y plus 107/20. ഇനി രണ്ട് ഇക്വേഷനിൽ കമ്പയർ ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻ എന്താണ്, റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഗ്രഷൻ ലൈനിന്റെ ഇക്വേഷന്റെ രൂപത്തിലാണ് അതുള്ളത്. സോ ഇത് നമ്മൾ ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ് വൈ ഓൺ എക്സ് ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു 4/5 ആൻഡ് എക്സ് ഓൺ വൈ ബി എക്സ് വൈ ഈക്വൽ ടു 9/20 കിട്ടും. സോ ബി വൈ എക്സും ബി എക്സ് വൈയും കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷന്റെ കൊറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ്. ഇവിടെ ബി എക്സ് വൈ എന്താണ് നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ വൈയും ബി വൈ എക്സ് ആണ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ് ആണ്. അത് നമ്മൾക്ക് ഇക്വേഷൻ കിട്ടി. സോ നേരെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് 4/5 into 9/20 that's equal to root of 9/25 that's equal to 0.6 വരും. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് നമ്മൾ 6 പോസിറ്റീവ് എടുത്തു, കാരണം ഹിയർ പോസിറ്റീവ് സൈൻ ഈസ് ടേക്കൺ സിൻസ് ബോത്ത് ബി എക്സ് വൈ ആൻഡ് ബി വൈ എക്സ് ആർ പോസിറ്റീവ്. ബി എക്സ് വൈയും ബി വൈ എക്സും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് 6 പോസിറ്റീവ് എടുക്കാം. കാരണം എന്താണ്, റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ആണ് നമ്മുടെ 6 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 6 നമ്മൾ കണ്ടുപിടിച്ചു. അതെന്താണ് കണ്ടുപിടിച്ചത്, നമ്മൾ കൊറിലേഷൻ കോഎഫിഷ്യന്റ് ചോദിച്ചത്. നെക്സ്റ്റ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ദ വേരിയൻസ് കറസ്പോണ്ടിങ് ടു വൈ ആണ്. കറസ്പോണ്ടിങ് എക്സ് ഇസ് ഈക്വൽ ടു 9 തന്നിട്ടുണ്ട്. അപ്പോൾ സിഗ്മ വൈ സ്കോർ കണ്ടുപിടിക്കണം. സോ സിഗ്മ വൈ സ്കോറും സിഗ്മ എക്സും കൊറിലേഷൻ കോഎഫിഷ്യന്റും അതുപോലെ തന്നെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് ഈസ് ആർ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ആണ് അല്ലെ. ഇവിടുത്തെ സിഗ്മ വൈ പറഞ്ഞാൽ ദ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കറസ്പോണ്ടിങ് ടു വൈ, ദ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കറസ്പോണ്ടിങ് ടു എക്സ്. ആർ ഈസ് ദി എന്താണ് correlation coefficient, b y x is the regression coefficient corresponding to y on x. സോ ഇവിടുത്തെ ആറും സിഗ്മ എക്സും ബി വൈ എക്സ് നമുക്കറിയാം. കാരണം സിഗ്മ എക്സ് നമുക്ക് എങ്ങനെ അറിയാം, വേരിയൻസ് കറസ്പോണ്ടിങ് ടു എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് സ്കോർ ഈക്വൽ ടു 9 ഉണ്ട്. സോ സിഗ്മ എക്സ് എന്ത് വരും, 3 വരും. സോ വി ഗെറ്റ് സിഗ്മ വൈ ഈക്വൽ ടു 4 ഇൻറ്റു സിഗ്മ എക്സ് ബൈ 5 ഇൻറ്റു ആർ വരും. സിഗ്മ എക്സും ആറും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ബി വൈ എക്സ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് 4/5. സോ 4/5 ഇൻറ്റു സിഗ്മ എക്സ് എന്താണ് 3 ആണ്, ആർ എന്താണ് 0.6 ആണ്. സോ സിഗ്മ വൈ ഈക്വൽ എന്ത് വരും, 4 ഇൻറ്റു 3/5 ഇൻറ്റു 0.6 വരും. അത് കാൽക്കുലേറ്റ് നമുക്ക് എന്ത് കിട്ടും, 4 കിട്ടും. സോ വി റീറൈറ്റ് ദി വേരിയൻസ്. എന്താണ് സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, the standard deviation corresponding to y ആണ്. then the variance corresponding to y is sigma y square equal to 16 വരും. അപ്പോൾ ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. നമ്മൾ റിഗ്രഷന്റെ ഏകദേശം എല്ലാ ബുക്കും മൂലയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ പ്രോബ്ലംസും സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. കാൽക്കുലേഷൻ സ്വന്തമായിട്ട് ചെയ്ത് വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ മെത്തേഡ് നിങ്ങളുടെ മനസ്സിലേക്ക് പതിയുക. അപ്പോൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഡൗട്ട്സ് വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, വീഡിയോസിൽ നോക്കുക. ഓക്കെ 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 ഓക്കെ.